നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്ത് ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിൽ കേരള സർക്കാർ നടത്തുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമ്മിറ്റിൽ ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ പങ്കാളിത്ത ബന്ധത്തിന്റെ ഖ്യാതി ബഹ്റൈനെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആദിൽ ഫക്രു പറഞ്ഞു. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറുകളുമുള്ള വ്യവസായ മേഖലകളിലെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ നിന്നുള്ള സംരംഭകരെയും നിക്ഷേപകരെയും അദ്ദേഹം രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, സംസ്ഥാന വ്യവസായ മന്ത്രി P. രാജീവ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി എന്നിവരുമായി അബ്ദുള്ള ആദിൽ ഫക്രു കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ഈസ ബിൻ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഇൻട്രാ ഇസ്ലാമിക് ഡയലോഗ് കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ്, നൈസാം PA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. IYCC ബഹ്റൈൻ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കേക്ക് മേക്കിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ട്രീസ ജോണി ആദ്യ സ്ഥാനത്തിനും അഫ്സാരി നവാസ് രണ്ടാം സ്ഥാനത്തിനും മർവ സക്കീർ, ലജു സന്തോഷ്, മിഷേൽ എന്നിവർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. IYCC ബഹ്റൈൻ വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷീർ, ജോയിന്റ് കോർഡിനേറ്റർമാരായ മിനി ജോൺസൺ, മാരിയത്ത് അമീർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആന്റലോസ് ഗാർഡനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ട്രഷറർ ബിൻസി ഗനിയൂട്ട്, ബാഹിറ അനസ്, നെഹല ഫാസിൽ, ഷീന നൌസൽ, സൗമ്യ ശ്രീകുമാർ, മിനി ജോൺസൺ, ജസീല ജൈഫർ എന്നിവർ സമ്മാന വിതരണം നടത്തി. കേക്ക് മത്സരത്തിലെ വിധികർത്താവായിരുന്ന തുഷാര പ്രകാശിനുള്ള ഉപഹാരം കോർഡിനേറ്റർ മുബീന മൻഷൂർ നൽകി. വനിതാ വേദി ചാർജുള്ള IYCC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് അനസ് റഹീം, വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. SNCS മുഹറക് ഏരിയ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടന്നു. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 SNCS സിൽവർ ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബഹ്റൈനിലെ ബ്രൈറ്റ് വാലി കമ്പനി മേധാവി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ശിവശങ്കർ സ്വാഗതവും ഏരിയ കൺവീനർ ബാലചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, ഏരിയ കോർഡിനേറ്റർ സുനിൽ സുശീലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഗാനശോഭി പൂജാ നൃത്തവും ബഹ്റൈൻ സൗഹൃദയ അവതരിപ്പിച്ച നാടൻ പാട്ടും ഉണ്ടായിരുന്നു. അതുല്യ ശോഭി പരിപാടിയുടെ മുഖ്യ അവതാരക ആയിരുന്നു. കമ്മ്യൂണിറ്റി സ്പോക്സ് പേഴ്സൺ സനീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
സ്റ്റഡി സർക്കിൾ ബഹ്റൈനിലെ 3 സോണുകളുടെയും യൂത്ത് കൺവീൻ കൗൺസിലുകൾ സമാപിച്ചു. റിഫ, മനാമ, മുഹറക് കൗൺസിലുകൾക്ക് റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ ROP ഫൈസൽ പതിയാരക്കര, അബ്ദുറഹ്മാൻ PT, ജാഫർ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക താളം എന്ന പ്രമേയത്തിൽ നടന്ന കൺവീൻ കൗൺസിൽ അംഗങ്ങളിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം നൽകുന്ന സെഗ്മെന്റുകൾ കൊണ്ടും സംശുദ്ധ വ്യക്തിജീവിതം നയിക്കാൻ വേണ്ട കാര്യങ്ങളുടെ ചർച്ചകളാലും സമ്പന്നമായിരുന്നു. താളം തെറ്റില്ല എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ 2 മാസക്കാലം നടന്ന അംഗത്വകാല പ്രവർത്തനങ്ങൾക്ക് ശേഷം യൂണിറ്റ്, സെക്ടർ, യൂത്ത് കൺവീനുകൾക്ക് ശേഷം സോൺ കൺവീൻ പൂർത്തീകരിച്ചു. നാഷണൽ യൂത്ത് കൺവീൻ ഈ മാസം 28-ന് മനാമയിൽ നടക്കും. റിഫ സോൺ യൂത്ത് കൺവീൻ പ്രവാസി റിസാല സബ് എഡിറ്റർ VPK മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് മുഹമ്മദ് സഖാഫി, അഷ്റഫ് മങ്കര, ജാഫർ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. RSC റിഫ സോൺ ഭാരവാഹികളെ അബ്ദുള്ള രണ്ടത്താണി പ്രഖ്യാപിച്ചു. മനാമ സോൺ യൂത്ത് കൺവീനിൽ RC നാഷണൽ മീഡിയ സെക്രട്ടറി മൻസൂർ അഹ്സനി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് അബ്ദുള്ള രണ്ടത്താണി, സഫ്വാൻ സഖാഫി, ഫൈസൽ പതിയാരക്കര എന്നിവർ നേതൃത്വം നൽകി. RSC മനാമ സോൺ ഭാരവാഹികളെ ഹംസ ഖാലിദ് സഖാഫി പ്രഖ്യാപിച്ചു. ഗുദേബിയിൽ നടന്ന മുഹറക് സോൺ യൂത്ത് കൺവീൻ RSC നാഷണൽ കലാലയം സെക്രട്ടറി അബ്ദുൾ റഷീദ് തെന്നല ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് മുനീർ സഖാഫി, അഷ്റഫ് മങ്കര, മുഹമ്മദ് സഖാഫി ഉളിയിൽ എന്നിവർ നേതൃത്വം നൽകി. RSC മുഹറക് സോൺ ഭാരവാഹികളെ സലീം കൂത്തുപറമ്പ് പ്രഖ്യാപിച്ചു. ബഹ്റൈൻ പ്രതിഭ മുഹറക് മേഖലയ്ക്ക് കീഴിലെ മുഹറക് യൂണിറ്റ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ മുഹറക് ബ്രാഞ്ചുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകൾ, ഡോക്ടറുടെ സൗജന്യ പരിശോധന എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പ്രവാസികൾക്കുള്ള കേരള സർക്കാരിന്റെ നോർക്ക ക്ഷേമനിധി കാർഡുകൾക്കുള്ള രജിസ്ട്രേഷനും മെഡിക്കൽ ക്യാമ്പിനൊപ്പം സംഘടിപ്പിച്ചു. ഹ്രസ്വമായി സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങ് ലോക കേരള സഭ അംഗവും പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവുമായ CV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായിരുന്നു. പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറോഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ, മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ, ഹെൽപ്പ് ലൈൻ കൺവീനർ ജയേഷ്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് മാനേജർ വിഷ്ണു ഭുവനേശ്വരൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. സൗജന്യമായി ക്യാമ്പ് നടത്തിയതിന് ഹോസ്പിറ്റലിനുള്ള ഉപഹാരം പ്രതിഭ ഹെൽപ്പ് ലൈൻ കൺവീനർ ജയേഷ് അൽ ഹിലാൽ മുഹറക് ബ്രാഞ്ച് മാർക്കറ്റിംഗ് ഹെഡ് മുനവ്വിർ ഫൈറൂസിന് കൈമാറി. യൂണിറ്റ് മേഖല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, രക്ഷാധികാരി സമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ടായി. രാവിലെ 8 മണിക്ക് അൽ ഹിലാൽ ഹോസ്പിറ്റൽ മുഹറക്കിൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിച്ചു. 150ഓളം പേർ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ചൈനയിൽ വീണ്ടും പുതിയ കൊറോണ വൈറസ് കണ്ടെത്തി. COVID-19 കാരണമായ SARS-CoV-2വിന്റെ അത്രയും തന്നെ ജനങ്ങളിൽ ഇൻഫെക്ഷൻ വരുത്താൻ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്ന HKU5-CoV-2 വൈറസിനെയാണ് കണ്ടെത്തിയത്. സെൽ സയന്റിഫിക് ജേണൽ എന്ന ജേണലിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പഠനം വന്നിട്ടുള്ളത്. ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റ് ഷീ സെൻക്ലിൻ ആണ് പുതിയ വൈറസിനെ കണ്ടുപിടിച്ചത്. ചൈനയിലെ വവ്വാലുകളിൽ കണ്ടുവരുന്ന ഈ വൈറസ് മനുഷ്യരെ എങ്ങനെ ബാധിക്കുമെന്നതിൽ കൂടുതൽ പഠനം ആവശ്യമാണെന്നും പേപ്പറിൽ പറയുന്നു. ലോകത്ത് കൊറോണ വൈറസുകൾ നിരവധി ഉണ്ടെങ്കിലും എല്ലാറ്റിനും മനുഷ്യരിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് വൈറോളജിസ്റ്റുകളിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നത്. അരങ്ങ് 2025ന്റെ ഭാഗമായി ബഹ്റൈൻ പ്രതിഭ റിഫ മേഖല സിഞ്ച് അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടന്ന വടംവലി മത്സരത്തിൽ തരംഗശൈലി മത്സരത്തിൽ 1ാം സ്ഥാനവും തോൽവലി മത്സരത്തിൽ റണ്ണറപ്പും പവിഴദ്വീപിലെ പൊന്നാനിക്കാർ നയിക്കുന്ന ആര്യൻസ് ബഹ്റൈൻ പൊന്നാനി കരസ്ഥമാക്കി. പ്രസിഡന്റ് ബാബു കണയംപറമ്പിൽ, സെക്രട്ടറി സക്കറിയ ചുള്ളിക്കൽ, ട്രഷറർ ഷമീർ പൊന്നാനി മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമ്മാനവും ഏറ്റുവാങ്ങി. വമ്പൻ പ്രഖ്യാപനവുമായി ലുലു. കേരളത്തിൽ 5000 കോടിയുടെ നിക്ഷേപം, 15000 പേർക്ക് തൊഴിലവസരം. നിക്ഷേപ സംഗമത്തിൽ 5000 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ച ലുലു. 15000 പേർക്ക് തൊഴിലവസരം. 5 വർഷം കൊണ്ട് 5000 കോടി നിക്ഷേപം നടത്തും. കളമശ്ശേരിയിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് നിർമ്മിക്കും. ലുലുവിന്റെ IT ടവർ 3 മാസത്തിനകം തുടങ്ങും. 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. 2ാം ദിവസത്തിലേക്ക് കടന്ന ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരളത്തെ തേടിയെത്തുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം നടത്തുകയെന്ന്
എന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ മലബാർ സിമന്റ്സ് വാടകയ്ക്കെടുത്ത സ്ഥലത്തായിരിക്കും യൂണിറ്റ്. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം എത്തും. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും നടത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 3,000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.